മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സുധി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയുന്നതെല്ലാം സച്ചിയുടെ ഫോണിൽ പകർത്താണ്. സുധി പറയണത് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റു, അതിന് കള്ളത്തരം കാണിച്ച് വീട്ടിൽ കണക്ക് കാണിക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കേണ്ടി വന്നു, വേറെ സ്ഥലത്ത് നിന്ന് 5 ലക്ഷം രൂപ എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുധി പറയണത് മുഴുവൻ സച്ചി വീഡിയോയിൽ പകർത്താണ്. അങ്ങനെ സുധിയുടെ കള്ളത്തരം സച്ചിക്ക് മനസ്സിലാവാണ്. അപ്പോൾ സച്ചിയുടെ മനസ്സിൽ വരുന്നത് ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി സുധി രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ടുണ്ടാവും എന്നാണ് സച്ചി വിചാരിക്കുന്നത്. അങ്ങനെ സുധിയുടെ കടയിൽ നിന്ന് വെച്ച സാധനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ എടുത്ത ആളോട് ബിജുവിനോട് ചോദിക്കുമ്പോൾ ബിജു പറയണം അതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളായ കാരണം വേഗം വിറ്റുപോയി സാർ എന്ന് പറയുമ്പോൾ സുധി സെല്ലിൻ്റെ അവിടേക്ക് വന്നിട്ട് ബിജുവിൻ്റെ കഴുത്തിൻ്റെ കൊളറിനെ പിടിച്ചിട്ട് ദുഷ്ട നീ എന്നെ ആകതാക്കിയല്ലോ എന്നൊക്കെ പറയണം. ആ സമയത്ത് സച്ചിയുടെ മുഖം സുധി കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സുധി പറയും സാർ എൻ്റെ പൈസയെങ്കിലും എനിക്ക് തിരിച്ചു മേടിച്ചു തരണം എന്ന് പറയുമ്പോൾ കോടതിയിൽ പോയിട്ട് മേടിക്കാൻ നീ പോകുമെന്ന് പറഞ്ഞിട്ട് സുധീനെ പോലീസുകാർ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സുധി പോയി കഴിയുമ്പോൾ സച്ചിയും മഹേഷും കൂടി പോലീസിനോട് പറയണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഞങ്ങളിങ്ങനെ അത് മേടിക്കാൻ പോയതാണ്, ഞങ്ങൾ യാദൃശ്ചികമായി അതിൽ കുടുങ്ങിയതാണെന്ന് പറയുമ്പോൾ വേറൊരു ഡീലറെ വിളിച്ചിട്ട് ചോദിക്കും ഇവരുണ്ടായിരുന്നോ നിങ്ങളുടെ കടയിലേക്ക് കള്ളത്തരം കാണിക്കാൻ ചോദിക്കുമ്പോൾ പറയും ഇല്ല സാർ, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ മുണ്ടെടുത്ത് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരൊന്നും ഉണ്ടായിരുന്നില്ല പറയും. അപ്പോൾ സച്ചിയുടെയും മഹേഷിൻ്റെ നിരപരാധിത്വം പോലീസിന് ബോധ്യപ്പെടുകയും അങ്ങനെ പോലീസ് സച്ചിയോടും മഹേഷിനോടും ഒപ്പിട്ടിട്ട് സ്റ്റേഷനിൽ നിന്ന് പൊക്കോളാൻ പറയുകയും ചെയ്യാണ്. അങ്ങനെ സച്ചി മഹേഷ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സച്ചി സുധിയുടെ കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തിൽ ചന്ദ്രോദയത്തിലേക്ക് വേഗം വണ്ടി എടുത്ത് വരുന്നു. രേവതി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് സച്ചി അകത്തേക്ക് കയറുന്നത്. അപ്പോൾ രേവതിയൊക്കെ എന്താ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ എല്ലാവരെയും വിളിക്കുക, പാർലറായിട്ടെത്തി. അപ്പോൾ ശ്രുതി ഹാളിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ, എവിടേക്കും പോകരുത് കേട്ടോ എന്ന് പറയണം. അമ്മേ ശ്രീകാന്തേ വർഷേ എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറയാണ്. അപ്പോൾ എന്തിനാ അപ്പം ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവണ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി വരുന്നു, ശ്രീകാന്തേ വർഷ എല്ലാവരും വരുന്നു, ശ്രുതി വരുന്നു. നിനക്കെന്താ വീണ്ടും പ്രാന്തായോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി വരുന്നു. ശ്രുതി ഇരിക്കുന്നു. അപ്പോൾ പറയും അച്ഛാ ഞാനൊരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ്. സിനിമ റിലീസ് ചെയ്യാനോ? അപ്പോൾ ആ സിനിമ കാണിച്ചു തരാൻ പോവുകയാണ്, പുതിയ പടമാണെന്ന് പറയുമ്പോൾ ഇന്ന് ഓഡിയോ പടമാണെന്ന് പറയുമ്പോൾ വർഷ പറയും സച്ചേട്ടാ ഇന്ന് ഓഡിയോ പടമാണ്, ഞങ്ങളെല്ലാവരും സച്ചേട്ട സിനിമയ്ക്ക് കൊണ്ടുപോകണം ചോദിക്കുമ്പോൾ അതല്ല വർഷേ, ഇത് ഞാൻ കാണിച്ചു തരാം, ഇത് ഞാൻ ഫോണിലെടുത്തിട്ടുള്ള സിനിമയാണ് പറയുമ്പോൾ വർഷ പറയും സച്ചേട്ടാ ഫോണിലെടുത്തൊന്നും ഇടാൻ പാടില്ല, പുതിയ പടമാണെങ്കിൽ പോലീസ് പിടിക്കുമെന്ന് പറയണം. അതൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ഫോൺ കണക്ട് ചെയ്തിട്ട് സുധിയുടെ കള്ളത്തരങ്ങളുടെ വീഡിയോ സച്ചി എല്ലാവരും കാണിക്കണം. അപ്പോൾ അതിൽ സുധി പറയണതെല്ലാം എല്ലാവരും കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. രവീന്ദ്രൻ, ശ്രീകാന്ത്, വർഷ, രേവതിക്ക് പോലും ഇത് അറിയില്ലായിരുന്നു. രേവതി എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രമതി പിടിക്കപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കും എന്തിനാടാ നിന്നെ ഞാൻ വളർത്തിയത്? അപ്പോൾ സച്ചി പറയും അച്ഛൻ ഇവനെ വളർത്തിയ സമയത്ത് വാഴ വയ്ക്കാനെങ്കിൽ അച്ഛന് ഇപ്പോൾ ലക്ഷങ്ങൾ ലാഭം ഉണ്ടായേനെ എന്നൊക്കെ പറയണം സച്ചി. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എന്തിനാടാ നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്, ഇത്രയും വലിയൊരു ചതി പറ്റിയല്ലോടാ നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ പറ്റിപ്പോയി അച്ഛാ, ഞാൻ വിചാരിച്ചിട്ടില്ല, അയാൾ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ശ്രുതി ഇത് എന്നോട് പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും പേടിച്ചിട്ടാ ശ്രുതി ഞാൻ പറയാഞ്ഞത് എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയും ഇതൊന്നല്ല ഇവിടുത്തെ ചോദ്യം, ഈ 5 ലക്ഷം രൂപ അവൻ എവിടെ നിന്ന് കിട്ടിയ അച്ഛാ, എനിക്കതാണ് ഇവിടെ ഒരു കാര്യം നടന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ, എനിക്ക് ഉത്തരം കിട്ടുന്നത് ഈ 5 ലക്ഷം രൂപ അവൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനാണ് എനിക്ക് ഉത്തരം കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിരിക്കുന്ന ചന്ദ്ര സുധിയെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പുതിയ ഐഡിയ പ്രയോഗിക്കുകയാണ്. ചന്ദ്ര ഇവിടെ വാടാമട്ട് സുധീനെ വിളിക്കുകയാണ്. സുധി ചെല്ലുമ്പോൾ അവനെ നീ വീണ്ടും ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ എന്തൊക്കെ നുണയടാ നീ പറയണത്, നീ ഞങ്ങളെ ചതിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സുധീനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. അങ്ങനെ തല്ലുമ്പോൾ എല്ലാവരും പറയേണ്ടത് നിർത്ത് പറയേണ്ടത്, രവീന്ദ്രൻ പറയേണ്ടത് ചന്ദ്ര നിർത്ത് എന്നൊക്കെ പറയണത്. പക്ഷേ ചന്ദ്ര നിർത്തണില്ല. വേറൊന്നല്ല, ചന്ദ്ര സുധീനെ ആ കുടുക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള അടുത്ത ഐഡിയ എന്താണെന്നാണ് ചന്ദ്ര ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുധീനെ തല്ലി അവിടെ ആക്കുമ്പോൾ സച്ചി പറയാം തല്ലലൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ 5 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ തല്ലുമ്പോൾ നീ സത്യം പറയണം, നീ എവിടുന്നാണ് 5 ലക്ഷം രൂപ കടം മേടിച്ചത്, എവിടുന്നാണ് 5 ലക്ഷം രൂപ കടം മേടിച്ചപ്പോൾ ആ പറയണത് കൂടെ തന്നെ സുധിയെ കൊണ്ട് അത് പറയിപ്പിക്കാനുള്ള തന്ത്രമാണ് ചന്ദ്ര എടുക്കണത്. അപ്പോൾ സുധി പറയാം ഞാൻ 5 ലക്ഷം രൂപ കടം മേടിച്ചതാ. അപ്പോൾ എവിടുന്നാണ് ചോദിക്കും രവീന്ദ്രൻ, എവിടുന്നാണ് നിനക്ക് 5 ലക്ഷം രൂപ കിട്ടി, ഏത് കൂട്ടുകാരനാണ് നിനക്ക് 5 ലക്ഷം രൂപ തന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. പറയും നിനക്ക് 5 ലക്ഷം രൂപ തരാൻ മാത്രം ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളതെന്ന് രവീന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യലുകളിൽ സുധി പറയും ആനന്ദിൻ്റെ കയ്യിൽ നിന്ന്, അവൻ്റെ പാർക്ക് മേറ്റായ ആനന്ദിൻ്റെ കയ്യിൽ നിന്നാണ് 5 ലക്ഷം രൂപ മേടിച്ചതെന്ന് പറയും.
അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഉത്തരമായി സുധീനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തിയേക്കാണ് ചന്ദ്രമതി. അങ്ങനെ എല്ലാവരും ആകെ ഷോക്കായി പോയിട്ടുള്ള സമയമായിരുന്നു. രവീന്ദ്രൻ അവനെ കുറേ ചീത്ത പറഞ്ഞ്, ഇനിയെങ്കിലും നീ പഠിക്കില്ലല്ലോടാ, നീ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു. രേവതി പറഞ്ഞു ശ്രുതിയോട്, എന്തായിരുന്നു ശ്രുതിയുടെ ഷോ ഓഫ് ഇവിടെ കിടന്നിട്ട്, ഇപ്പം എന്തായി ശ്രുതി എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ചോദിക്കുകയാണ്. അങ്ങനെ ശ്രുതിയും ആകെ നാണം കെട്ടിയിരിക്കുകയാണ്. ചന്ദ്ര ശ്രുതിയോട് പറയും, ഇനി നീ മേലെ അമ്മയെന്ന് വിളിച്ചതിൻ്റെ പിന്നാലെ വന്നേക്കരുത്, കടന്നു പോയി എനിക്കിനി നിന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് പോവാണ്. ചന്ദ്ര പോയതിൻ്റെ പിന്നാലെ എല്ലാവരും അങ്ങനെ ഓരോരുത്തർ സ്ഥലത്തേക്ക് പോകുമ്പോൾ സച്ചി മാത്രം ശ്രുതിനെ അങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതല്ല സത്യം എന്ന് സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശ്രുതി വേഗം അകത്തേക്ക് കയറിപ്പോവാണ്. പോയി ശ്രുതിയുടെ റൂമിലെത്തുന്ന ശ്രുതിനെ റൂമിൻ്റെ വാതിൽ അടച്ചിട്ട് ശ്രുതി ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? ഇത് ശ്രുതി മുന്നേ കുട്ടി എന്നോട് പറയായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെന്തെങ്കിലും വേറൊരു ഐഡിയ കണ്ടുപിടിക്കായിരുന്നില്ല, എന്തിനാ ശ്രുതി കള്ളത്തരം കാണിക്കാൻ പോയി എന്നൊക്കെ വെച്ചിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. ശ്രുതി ദേഷ്യപ്പെടുന്ന സമയത്ത് നോക്കി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളിപ്പോൾ നാണം കെട്ടില്ലേ, ആകെ ചതിക്കപ്പെട്ട പോലെയില്ലേ അവരെല്ലാവരും, ഇപ്പം എങ്ങനെ ഇനി നമ്മളെല്ലാവരുടെയും മുഖത്ത് നോക്കാം, ആൻറ്റിയെ കൂടി നീ പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇല്ല അമ്മയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു എന്ന് പറയാം. ആൻറ്റിക്കെല്ലാം അറിയായിരുന്നു ശ്രുതി, അമ്മയ്ക്കെല്ലാം അറിയാം, അമ്മ എന്നെ അവരിൽ നിന്ന് അടുത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 5 ലക്ഷം രൂപ ഞാൻ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്, അന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ അടിച്ചത് പറയാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരുന്നു, നിങ്ങൾ എന്തൊരു മണ്ടത്തരമായി കാണിച്ചു വെച്ചേക്കണമെന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി, നിന്നോട് പറയാത്ത വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയണം ശ്രുതി. അപ്പോൾ എന്താ ശ്രുതി, ഇനി എന്താ എന്നിൽ നിന്ന് മറച്ചു വെച്ചേക്കണതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ശ്രുതി ഇങ്ങനെ ഒരു കസ്റ്റമർ വന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയി, ഞാൻ ആനന്ദിൻ്റെ കയ്യിൽ നിന്നല്ല പൈസ മേടിച്ചേക്കണമെന്ന് പറയാണ്. പിന്നെ നീ എന്താ ചെയ്ത ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, ഞാൻ തൽക്കാലത്തേക്ക് ഒരു കള്ളത്തരം ചെയ്തു ശ്രുതി. അപ്പോൾ എന്താ ശ്രുതി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, ശ്രുതി ഇതറിഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്, പറയും കാര്യം പറ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ രേവതിയുടെ ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് ഞാൻ എടുത്തു കൊണ്ടുപോയി വിറ്റു എന്ന് പറയും. അപ്പോൾ ശ്രുതി ആകെ ഷോക്കായിട്ട്, ശ്രുതി എന്ത് മണ്ടത്തര ശ്രുതി കാണിച്ച്, ശ്രുതിക്ക് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വിൽക്കാനുണ്ടായിരുന്നുള്ളൂ, ഒരു വാക്ക് എന്നോട് ചോദിക്കണം, ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നില്ലേ, അമ്മയും മോനും കൂടി നിങ്ങൾ എന്ത് മണ്ടത്തരായി കാണിച്ചു വെച്ചേക്കണേ, നിങ്ങൾക്ക് ഇനി എത്ര പറഞ്ഞാലും മനസ്സിലാവും, ഈശ്വര ഇനി എങ്ങനെ സച്ചിയുടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കും, ഇനി അവരുടെ മുമ്പിൽ നമുക്ക് എന്ത് ഇമേജ് ഉള്ളത്, ഈ വിവരങ്ങൾ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ വല്ല സ്ഥാനമുണ്ട് ശ്രുതി, നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട അവസ്ഥയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി കഴുത്ത് പിടിച്ച് കോളർ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് വലിച്ചിടുകയാണ്. അത് ദേഷ്യം വന്നിട്ട് ശ്രുതിനെ തല്ലാണ്. എന്നിട്ട് പറയാൻ, ഒരു വാക്കെന്നോട് പറയായിരുന്നില്ല, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഞാൻ കണ്ടുപിടിക്കായിരുന്നില്ലേ, ഭഗവാൻ എന്തൊരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തേക്കണത്, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു, ഇനി നമ്മൾ എങ്ങനെ വീട്ടിൽ നിൽക്കും, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ, ഇതൊക്കെ ശ്രുതി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിക്ക് ഇതിന് മറുപടിയൊന്നുമില്ല. ശ്രുതി ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ശ്രുതി, നീ ദയവ് ചെയ്ത് നീ എന്നെ വെറുക്കരുത്, അപ്പോൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരം കാണിച്ച്, എനിക്ക് ഇത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ വിചാരിക്കുക, ഞാനൊരു കഴിവുകെട്ടവനാണെന്ന് വിചാരിക്കില്ലേ, ശ്രുതി ഇങ്ങനത്തെ ബിസിനസ് ഫീൽഡാകുമ്പോൾ പറ്റിക്കപ്പെടലൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ സംഭവിക്കും, അതൊക്കെ എന്നോട് പറഞ്ഞാൽ എന്താ, ഞാൻ മനസ്സിലാക്കില്ല, ഞാൻ ശ്രുതിയുടെ ഭാര്യയല്ലേ, എല്ലാം തുറന്ന് പറയേണ്ട ഉത്തരവാദിത്തം ശ്രുതിക്ക് എന്നോടില്ലേ, ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നമ്മൾ കട തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നീ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക, ഞാനൊരു കഴിവില്ലാത്തവനൊന്നും വിചാരിക്കില്ലേ, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്, തെറ്റുപറ്റിപ്പോയി ശ്രുതി എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ക്ഷമയാചിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി രേവതി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവുമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ശ്രുതിയോട് ദേഷ്യപ്പെട്ടത്. അങ്ങനെ അവരുടെ കള്ളത്തരം ചന്ദ്രയും ശ്രുതിയും കൂടാതെ വേറൊരാൾ കൂടി മനസ്സിലാക്കിയേക്കാണ്. അങ്ങനെ ഒരു വലിയ ഇതുമായിട്ടാണ് ഇന്നത്തെ ചെമ്പന്നീർ പൂവ്. അപ്പോൾ ശ്രുതിയാണ് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തത് എന്നാണ് സച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആനന്ദിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചേക്കണമെന്ന് അറിയുമ്പോൾ സച്ചിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ സച്ചി ആ സത്യം തിരിച്ചറിയുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതെന്തായാലും സത്യം പുറത്തു വരാതിരിക്കില്ലല്ലോ. പക്ഷേ സച്ചി വീഡിയോ എടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു എന്നുള്ള കാര്യം ശ്രുതി സമ്മതിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ചും കൂടി ഇരുന്നിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ശ്രുതി ആ സത്യം പറഞ്ഞേനെ. പക്ഷേ ചന്ദ്ര ആ സമയത്ത് വന്നിട്ട് ശ്രുതിയെ രക്ഷപ്പെടുത്തിയ കാരണം കൊണ്ടാണ്, ശ്രുതിക്ക് വേറൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത കാരണം കൊണ്ടാണ് ശ്രുതിക്ക് അത് തോന്നിയത്, ശ്രുതി ആ ഭാഗത്ത് സമയം വെച്ചിട്ട് പെരുമാറിയതും. അപ്പോൾ
സച്ചി ആ സത്യം കണ്ടുപിടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ മെനഞ്ഞിട്ടാണ് സുധിയും ചന്ദ്രമതിയും ചന്ദ്രോദയത്തിൽ നിൽക്കുന്നത്. അവരേനും ചവിട്ടി പുറത്താക്കില്ലെന്ന് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ ഇതാണ്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.